ഈ സാന്ദ്ര ഉന്നയിച്ച വലിയൊരു ആരോപണമുണ്ട്. ഇത് ഒരു പുരുഷാധിപത്യ മേഖലയാണ് നിർമ്മാതാക്കളുടെ സംഘടന. അവിടെ നിങ്ങൾ കുറച്ച് ആളുകൾ നിന്ന് അത് മാത്രം നിയന്ത്രിച്ചു പോകുന്നു. ഒരു സ്ത്രീകളെ അങ്ങോട്ട് കടത്തി വിടാതിരിക്കാൻ വേണ്ടി ബോധപൂർവ്വ ശ്രമമുണ്ടെന്നാണ്. ആക്ച്വലി ഞാൻ ഈ സംഘടനയിലേക്ക് വന്നിട്ട് 4ാമത്തെ വർഷമാണ് ആക്ച്വലി. അത് ശരിക്കും എന്തോ ഓർമ്മപ്രശ്നമുണ്ട് ലിസ്റ്റിന്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലല്ല, ഞാൻ അതായത് അസോസിയേഷനിലേക്ക് വരുന്നത് അല്ലല്ല, ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ലിസ്റ്റിന് അസോസിയേഷനിലേക്ക് ഒരു ഭാരവാഹി പൊസിഷനിലേക്ക് വരാൻ തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ് വരാൻ തീരുമാനിച്ചത്? ഇവിടെ നടക്കുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാ അല്ലേ? ഒരു പ്രതിഷേധ സൂചകമായിട്ട് ഓപ്പോസിറ്റ് പാനലിൽ നിന്ന് ജയിച്ചു വന്നൊരു വ്യക്തിയാണ് ലിസ്റ്റിൻ. തീർച്ചയായിട്ടും അത് മറക്കരുത്. അതൊക്കെ എന്തിനാണ് മറക്കുന്നത്? ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ചിലര് വന്ന വഴി മറക്കും, അതുകൊണ്ട് ആ വഴി ഇതാണെന്നൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ലിസ്റ്റിന്റെ അവസാനിക്കുന്നതിന് ഒരു കാര്യം, ഈ സാന്ദ്ര അടക്കം ഉന്നയിച്ച വലിയ സ്ത്രീകൾക്ക് വേണ്ടത്ര പരിഗണന ആ സംഘടനയില്ല എന്ന കേസിൽ ഒരു ഔദ്യോഗിക പാനലിൽ ഇവരെയൊക്കെ ഉൾപ്പെടുത്തി ആ സിനിമയ്ക്ക് നന്മ വരുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പുതിയ നേതൃത്വം തയ്യാറാകും. അങ്ങനെ ഒരു നേതൃപരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ലിസ്റ്റിനൊക്കെ നടത്തുമോ? അല്ലല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, സാന്ദ്രയൊക്കെ കഴിഞ്ഞ പ്രാവശ്യമേ വരേണ്ടതാണ്. ഞാനും സാന്ദ്രയൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. അന്ന് സാന്ദ്ര ഫസ്റ്റ് പ്രിഫറൻസും സാന്ദ്രയ്ക്കായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ നമുക്ക് വളരെ നിർബന്ധിച്ചാണ് ഇതിന്റെ കൊണ്ടുവന്നത്. ഇപ്പൊ സോഫിയ പോളിയൊക്കെയാണ്, അതെ ഷെയർഗയൊക്കെ ആണെങ്കിൽ വളരെ നിർബന്ധിച്ചാണ് അവരെ ഇതിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഇലക്ഷനെ സംബന്ധിച്ച് അറിയാലോ, നമ്മൾ ആർക്കാണ് വോട്ട് കൂടുതൽ കിട്ടുന്നവരാണ് ജയിക്കാൻ പറ്റുള്ളൂ. അപ്പം അന്ന് സോഫിയക്കും എല്ലാരെയും വിളിച്ചിട്ടില്ലായിരുന്നു, സ്ഥലത്തും ഇല്ലായിരുന്നു, ആരെയും വിളിച്ചിട്ടുമില്ല. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു അന്ന് ജയിക്കാനായിട്ട് പറ്റിയില്ല. അന്ന് ജയിച്ചത് ഷെയർ. അപ്പൊ ഒരു ലേഡിയുടെ പ്രസൻസ് മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഒരു സ്ത്രീ വിരുദ്ധത മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇന്നേ വരെയുള്ള ഒരു പരിപാടിയിൽ ഒരു പൂ കൊടുക്കാനെങ്കിലും ഒരു സ്ത്രീയെ ആ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്ത്രീയെ അവിടെ ഇരുത്തി എന്ന് പറയുന്നു. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ നിങ്ങൾക്കെതിരെ സംസാരിക്കാത്ത, ശബ്ദമുയർത്താത്ത ഒരാളെ, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെ പിടിച്ചിരുത്തും. അത് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആളുണ്ടല്ലോ എന്ന് പറയാൻ വേണ്ടി മാത്രമായിട്ട് ഒരാളെ ഇരുത്തിയതാണ്. അതിനപ്പുറത്തേക്ക് ആ വ്യക്തി അവിടെ എന്താണ് ചെയ്തത്? നിങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ 2 വർഷത്തിൽ എന്താണ് ചെയ്തത്? അസോസിയേഷന്റെ പൈസയ്ക്ക് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതല്ലാതെ നിങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിർമ്മാതാക്കൾക്കും ഈ സിനിമ മേഖലയ്ക്കും ചെയ്ത ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമോ? ഈ മരിച്ചവരുടെ കണക്ക് എഴുതിയതല്ലാതെ വേറെ ഒന്നും ഈ പറയുന്ന ആനുവൽ റിപ്പോർട്ടിൽ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. മറുപടി ഇതെന്താണ്? ഇതൊരു 1 hour പ്രോഗ്രാമോ? എന്താണ് ഇത്? എനിക്ക് അല്ല, ഉത്തരം മുട്ടുമ്പോ ഓടാതെ ലിസ്റ്റിനെ കാര്യം പറയൂ. അല്ല, അങ്ങനെയല്ല, നമുക്ക് ഇതെല്ലാം ജനറൽ ബോഡിയിൽ ചോദിക്കാലോ. ആക്ച്വലി ഇപ്പൊ ഇതൊരു ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നേരിട്ട് കിട്ടിയത് കൊണ്ട് ചോദിക്കുന്നു എന്നേ ഉള്ളൂ. ഇതെല്ലാം ജനറൽ ബോഡിയിലും ചോദിക്കും. നമുക്ക് അവസരം കിട്ടിയാലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ പോലെയുള്ള ആളുകളല്ലേ അവിടെ ഇരിക്കുന്നത്. അവിടെ അവസരം നിഷേധിക്കപ്പെട്ടാലോ? അതായത് സാന്ദ്രയ്ക്ക് വെൽക്കാണല്ലോ. ഇപ്പൊ ഞാൻ വിജയിച്ചു വന്ന ഒരാളാണ്, അതുപോലെ പലരും വിജയിച്ചു വന്നിട്ടുണ്ട്. സാന്ദ്രയും വിജയിച്ചു. സാന്ദ്ര അതിൻ്റെ അകത്ത് അംഗമായിട്ട് ഇപ്പൊ മാറൂലോ, ഓൾറെഡി അംഗമാണ് അതിൻ്റെ അകത്ത്. ഇപ്പോ അതായത് വന്നിട്ട് മെയിൻ എക്സിക്യൂട്ടീവിലേക്കോ അല്ലെങ്കിൽ ഓഫീസിലേക്കോ സാന്ദ്രയ്ക്ക് വരാലോ ആക്ച്വലി. അല്ല, വരുന്നുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ വന്നിട്ട് ചെയ്യുന്നതാണോ ലിസ്റ്റിന്? ഈ പുതിയ കാലഘട്ടത്തിന്റെ ഒരാളാണ്. എന്നിട്ടും ഞങ്ങൾ വന്ന് ഇത് മാറ്റം വരുത്താനാണോ ലിസ്റ്റിൽ നിൽക്കുന്നത്? ലിസ്റ്റിന് വരുത്താവുന്ന എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിരുന്നു? ഞാൻ ചോദിക്കുന്നത്, സ്ത്രീകൾക്ക് വേണ്ടി മാറ്റങ്ങൾ വരുത്തുമെന്ന് ലിസ്റ്റിനിരുന്ന ഒരു മീറ്റിംഗിൽ നമുക്ക് ഉറപ്പ് തന്നിട്ട് പോലും നിങ്ങൾ എന്താണ് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തത് എന്ന് പറയാൻ ലിസ്റ്റിന് ഇപ്പൊ പറ്റുന്നില്ല. ഓർമ്മയില്ലാന്നാ പറയണേ. അത് എന്താ ഒരു അധികാര സ്ഥാനത്തിരുന്ന് ഒരു ട്രഷറർ പൊസിഷനിൽ ഇരുന്ന് പറയേണ്ട വാക്കാണോ അതെന്ന് ഞാൻ ചോദിക്കുന്നത്. നമ്മളിപ്പോ ഒരു കാര്യം, ഒരു സ്കൂൾ ടീച്ചർ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാപ്പോഴും സാന്ദ്രയെ പോലെ സ്മാർട്ട് ആയിട്ടിരിക്കാൻ പറ്റുമോ? കുറച്ച് ഓർമ്മക്കുറവുള്ളവരൊക്കെ അങ്ങനെയുള്ളവര് രാജിവെച്ച് പുറത്തു പോകണം. അങ്ങനെയല്ല, എനിക്ക് ആ സ്ഥാനത്തിരിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് രാജിവെച്ച് പുറത്തു പോകണം. അതല്ലേ വേണ്ടത്? അതല്ലേ മര്യാദ? എന്നെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ലിസ്റ്റിനൊരു പത്രസമ്മേളനം നടത്തിയല്ലോ. ആ പത്രസമ്മേളനം ഒരു നിലപാടില്ലാത്ത പത്രസമ്മേളനം, ഒരു അസോസിയേഷന്റെ ട്രഷററായി ഇരുന്നുകൊണ്ട് ഒരു നിലപാടില്ലാത്ത പത്രസമ്മേളനം നടത്തിയതിനെ പറ്റി ലിസ്റ്റ് എന്താ പറയാനുള്ളത്? അവിടെയാണോ ചോദിച്ചാൽ ആന്റണി
ചേട്ടന്റെ കൂടെയാണോ എന്ന് ചോദിച്ചാൽ അവിടെയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കൂടെയാണോ എന്ന് ചോദിച്ചാൽ അവിടെയുമാണ്. ഒരു നിലപാടില്ലാത്ത പത്രസമ്മേളനം നടത്തിയതിനെ കുറിച്ച് ലിസ്റ്റിന് എന്തെങ്കിലും പറയാനുണ്ടോ? നിലപാടില്ലാത്ത പത്രസമ്മേളനമായിരുന്നു എനിക്ക്. അതായത് എനിക്ക് രണ്ടുപേരെയും കൂടെ വന്നിട്ട് അതായത് കൊണ്ട് ഉടക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പൊ ഇവൻ ഇരിക്കേണ്ടത്. നമ്മൾ രണ്ടുപേരെയും കൂടെ ഒരു പരിപാടിയിൽ കോംപ്രമൈസ് ആക്കുക എന്നുള്ള രണ്ടുപേരും സംഘത്തുള്ള ആൾക്കാർ തന്നെയാണ്. ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് ഒരു കാര്യം ചെയ്യുന്ന ഓർത്തിട്ട് ഉടനെ വന്നിട്ട് ഒരു പ്രശ്നം ഊരി വീർപ്പിക്കുകയല്ല വേണ്ട. ഞാൻ എങ്ങനെയാണ് പഠിച്ചേക്കുന്നത് അറിയില്ല. എങ്ങനെയാ പഠിച്ചേക്കുന്നതെന്ന്? അല്ല, ഞാനൊരു പ്രശ്നം ഊതി വീർപ്പിക്കാനായിട്ട് ഉള്ള ആളല്ല. ഞാൻ അങ്ങനെ ലിസ്റ്റിൻ സമാധാനമാണല്ലോ പഠിച്ചേക്കുന്നത്. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു മോശം അനുഭവം ഉണ്ടായി എന്ന് ആദ്യം ഞാൻ വിളിച്ചു പറഞ്ഞ വ്യക്തി ലിസ്റ്റിനാണ് അല്ലെ? ലിസ്റ്റിനോട് രാവിലെ ഇത് സംഭവം ഉണ്ടായതിന്റെ രാവിലെ തന്നെ ലിസ്റ്റിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ലിസ്റ്റിന് ഇരുന്ന ഒരു സ്ഥലത്താണ് എനിക്ക് മോശം അനുഭവം ഉണ്ടായത്, മോശമായി പോയി എന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിന് എന്ത് ആക്ഷനാണ് അതിനെടുത്തത്? എന്നിട്ട് ലിസ്റ്റിന് എന്താ എല്ലാവരും അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ഒരു സെക്കൻഡ്, സാന്ദ്ര എന്നെ വിളിച്ചൊരു കാര്യത്തിൽ സാക്ഷി പറയണമെന്ന് പറഞ്ഞു. ലിസ്റ്റിൻ സാക്ഷി ഒരു കാര്യമാണ് ലിസ്റ്റിനെ പറഞ്ഞ. ഇതാണ് സത്യം അല്ലാതാവില്ല ലിസ്റ്റിനെ എത്രയൊക്കെ നുണ പറഞ്ഞെന്ന് പറഞ്ഞാൽ. എന്താ സത്യം? എന്നെ വിളിച്ച് അതിന് ശേഷം പറഞ്ഞ കോൾ റെക്കോർഡിങ്ങും എന്റെ കയ്യിലുണ്ട്. എന്നെ അതിന് ശേഷവും ലിസ്റ്റും വിളിച്ച് സംസാരിച്ചിരുന്നു. അത് മറക്കണ്ട. അല്ല ഓക്കെ, അല്ല ഞാൻ മറക്കണ്ട. അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നൊന്നും പറയണ്ട. അതിനുശേഷം വിളിച്ചതിന്റെ ഇതും എന്റെ കയ്യിലുണ്ട്. സാന്ദ്രയുടെ എല്ലാത്തിന്റെയും തെളിവുള്ള ആളാണ് സാന്ദ്ര. അപ്പൊ അതുകൊണ്ടിട്ട് തെളിവ് നിങ്ങളെയൊക്കെ എടുത്ത് അതല്ലാതെ രക്ഷയില്ലല്ലോ. അതല്ലാതെ അല്ലെ നമ്മളെ കളിയാക്കുകയല്ലേ. സാന്ദ്ര അത് വെളിപ്പെടുത്തല്ലേ വേണ്ടത്. അല്ലാതെ വന്നിട്ട് സാന്ദ്ര എന്നെ വിളിച്ച് പറഞ്ഞു, എന്നോട് ചോദിച്ചു, ഞാൻ കേട്ടിട്ടില്ല ഡിസ്കഷൻ അവിടെ നടന്നത്, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ സാന്ദ്രയോട് പറഞ്ഞു ഞാൻ അത് കേട്ടില്ല എന്ന് പറഞ്ഞു. പറ്റത്തില്ല. പറഞ്ഞത് എന്നാണ് ചോദിച്ചത്. എന്നോട് ആരാണിത് പറഞ്ഞത്? ലിസ്റ്റിന് ഓർമ്മക്കുറവുള്ള ആളാണ് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കാം. എന്നോട് പറഞ്ഞത് എന്നോട് ആരാണ് ഇത് പറഞ്ഞത് എന്നാണ് അല്ലെ? അതാണ് എന്നോട് പറഞ്ഞത്. അല്ലാതെ നടന്നിട്ടില്ല എന്നൊന്നും അല്ല ലിസ്റ്റിൻ പറഞ്ഞത്. അങ്ങനെയല്ല, എന്റെ മുന്നിൽ നടന്നിട്ടില്ലാത്ത കേസ്, ഞാൻ കേൾക്കാത്ത കേസ് എനിക്ക് എങ്ങനെയാണ് നടന്നെന്ന് പറഞ്ഞ് സാക്ഷി പറയാനായിട്ട് പറ്റുക? അതാ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞ ആ വ്യക്തികളിൽ ഒരാൾ ലിസ്റ്റിനാണ് അല്ലെ? ഞാൻ എന്റെ സുഹൃത്ത് എന്ന് കരുതി ഞാൻ ആദ്യം വിളിച്ച് എനിക്ക് മോശം അനുഭവം ഉണ്ടായി, നിങ്ങൾ ഇരുന്ന സ്ഥലത്താണ് ഇതുണ്ടായത് എന്ന് പറഞ്ഞപ്പോ അല്ലല്ല, അവിടെ ഇരുന്നൊരു സംഭവ സ്ഥലത്താണ് ഇത് ഉണ്ടായെന്ന് പറയുമ്പോ ഞാനത് കേട്ടാലേ ഉള്ളൂ എനിക്കത് കേട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. കേൾക്കുന്ന ഒച്ചത്തിലല്ലല്ലോ പറഞ്ഞത്, എനിക്ക് മെസ്സേജ് ആയിട്ടാണല്ലോ അതാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ കേൾക്കണ്ടേന്ന് ചോദിക്കുന്നതിനകത്ത് തന്നെ കള്ളത്തരമില്ലേ ലിസ്റ്റും പറയുന്നത്? ആരെങ്കിലും ഉറക്ക വിളിച്ചു പറയോ ഇതാണ് അവിടെ നടക്കുന്നതെന്നുള്ള ഉറക്ക വിളിച്ചു പറയോ? അല്ല പിന്നെ സാന്ദ്ര